വന്ന ഒരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. കാരണം വരുമാനം കൂടുന്ന സമയത്ത് ആഘോഷങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാൽ കൂടും ഒരു പരിധി വരെ. കാരണം നമുക്ക് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും ഈ ഹോളി ആഘോഷമൊന്നും കോളേജിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഹോളി ഇല്ലാത്ത ഒരു ദിവസമില്ല. അതേപോലെ തന്നെ ഫ്രഷേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഡേ തന്നെ കോളേജിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഫ്രഷേഴ്സ് ഡേ അല്ലെങ്കിൽ DJ എന്നൊക്കെ പറയുന്നതാണ് കോളേജിന്റെ മുഖമുദ്ര തന്നെ. അപ്പൊ ഇങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ, അപ്പം ഇതിലൊക്കെ ഉണ്ടായ കൾച്ചറിലും അതേപോലെ തന്നെ എക്കണോമിക് എൻവയോൺമെന്റിലൊക്കെ ഉണ്ടായ കുറെ മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പല ആഘോഷങ്ങളും എന്താണെന്ന് പറഞ്ഞാൽ ചില ആളുകൾ സ്പോൺസർ ചെയ്താണ്. ഇപ്പം ഈ നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്ന സമയത്ത് അക്ഷയ തൃതീയ അതൊന്നും പണ്ട് കാലങ്ങളിലൊന്നും ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അക്ഷയ തൃതീയൊക്കെ ഭയങ്കര ആഘോഷങ്ങളായി ചാനലുകളൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അതൊക്കെ പ്രത്യേക ബിസിനസ്സുകാരെ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മാർക്കറ്റിങ്ങിനുള്ള അവസരം കിട്ടുന്ന ഒരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഈ ജ്വല്ലറിക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ പറ്റുന്ന സമയമാണ് അക്ഷയ തൃതീയ. ഇതൊക്കെ നമ്മളെ എക്കണോമിക് കണ്ടീഷൻ അതേപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഇങ്ങനെ മാറിയതിന്റെ ഫലമായിട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ ഉദാഹരണം എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ദ എക്കണോമിക് കണ്ടീഷൻ ഈസ് അഫക്റ്റഡ് ബൈ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ദ സോഷ്യൽ നോംസ്. ഇല്ലേ, ശരിയാ, ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമാണ്. കാരണം എക്കണോമിക് കണ്ടീഷൻ മാറുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ഇങ്ങനെ മാറിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ നോംസ്, സാമൂഹ്യപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. നോംസ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് വാല്യൂസ് ആണ്. അതായത് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെയുള്ള ചില കാര്യങ്ങളായിരുന്നു. പക്ഷെ സോഷ്യൽ നോംസിനൊക്കെ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് ദ വാല്യൂസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഇൻകം ലെവൽ ഓഫ് ദി പീപ്പിൾ. ഈ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഈ ഇൻകം ലെവലൊക്കെ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ആളുകളുടെ അല്ലെങ്കിൽ ബിസിനസ്സിനെയൊക്കെ അഫക്ട് ചെയ്തു. അതിലേക്കാണല്ലോ നമ്മൾ എത്തുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ദ സക്സസ് ഓഫ് എനി ബിസിനസ് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു ഫോർസീ ദ നേച്ചർ, extent and dimension of changes likely to occur in both sets of environmental factors and extent to which the business adapt itself to the likely changes by affecting necessary changes in the strategies. അപ്പോൾ ഈ ചില ഓരോ സാഹചര്യം മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ബിസിനസ്സുകൾ അതിനനുസരിച്ച് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്ന മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിന് നിലനിൽക്കാനുള്ള ഒരു വസ്തുതയാണ്. ഇപ്പൊ അഡാപ്റ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്ന സമയത്ത് ഇപ്പൊ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആണെന്ന് വിചാരിക്കാം. ഇന്ത്യയിലൊക്കെ വിൽപ്പന നടത്തുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളൊക്കെ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 230 വോൾട്ടാണ് രണ്ട് ഫേസുകൾ തമ്മിൽ ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഇന്ത്യയിൽ വിൽക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്തിട്ട്. എന്നാൽ ഗൾഫ് കൺട്രീസിൽ അവിടെ 110 വോൾട്ടാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പം അവിടെ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാറ്റിക്കൊണ്ടുവരണം. അപ്പം ദ സക്സസ് ഓഫ് എനി ബിസിനസ് ഡിപ്പെൻഡ് ഓൺ ദ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്സ് എബിലിറ്റി ടു ഫോർസീ ദ നേച്ചർ, എക്സ്റ്റെന്റ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ചേഞ്ചസ് ലൈക്ലി ടു ഒക്കർ ഇൻ ബോത്ത് സെറ്റ്സ് ഓഫ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. കാരണം ടെക്നോളജി മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടേയിരിക്കണം. മാറിക്കൊണ്ടേ ഇരുന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിലനിൽക്കാൻ കഴിയും. ഫാക്ടേഴ്സ് ആൻഡ് ദ എക്സ്റ്റെന്റ് വിച്ച് ബിസിനസ് അഡാപ്റ്റ് ഇറ്റ്സെൽഫ് to the likely change by affecting necessary strategies. Okay, then next, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. എന്താണ് ബിസിനസ് എൻവയോൺമെന്റിന്റെ പ്രാധാന്യം എന്നുള്ളത്? ഒന്നാമത്തത്, ഫസ്റ്റ് വൺ ഈസ് ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ഡൈനാമിക്. ഡൈനാമിക് മീൻസ് ചേഞ്ചിങ്. അതായത് ഈ ടെക്നോളജീനെ ഒക്കെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു ഫാസ്റ്റ് ഗ്രോയിങ് സബ്ജക്റ്റ് ആണ്. അതെങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ടെക്നോളജി ഒക്കെ ഉള്ളത്. അപ്പൊ ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. വേരിയസ് ഫാക്ടേഴ്സ് കംപ്രൈസിംഗ് ദ ബിസിനസ് environment is continuously keep on changing. Consequently, their impact on business also keeping changing. You know that over a period of time, the market for a number of products have undergone phenomenal changes on the account of economic, social, and technological advances. The management has to keep track of this development and effect necessary changes in its strategies well on time to meet the new challenges. അപ്പം ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡൈനാമിക് ആണ്.
അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പറയാം 2019 ആ സമയത്ത് കോവിഡ് പാൻഡമിക് വന്ന സമയത്ത് കുറേ ബിസിനസ്സിലൊക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ്സൊക്കെ വളരെ ഡള്ളായി. പക്ഷെ ചില ബിസിനസ്സൊക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നടന്നു. അത് സാനിറ്റൈസർ, അതേപോലെ തന്നെ എന്താണെന്ന് പറയുക മാസ്ക്, ഇങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ അങ്ങനെയൊരു കസ്റ്റം തന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ജപ്പാനിലൊക്കെ ആണെങ്കിൽ ആദ്യകാലം മുതലേ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മാസ്ക് ഉപയോഗിക്കുന്ന കൂടുതലായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ മാസ്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മാസ്ക്, അതേപോലെ തന്നെ സാനിറ്റൈസർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ പുതിയ വാക്കുകളായി, പുതിയ പ്രൊഡക്റ്റുകളായി അത്തരത്തിലുള്ള കമ്പനികളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള വ്യാപാരം ആരംഭിച്ചു. അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ചില പേയ്മെന്റ് ആപ്പുകളൊക്കെ ആൾക്കാരെന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങി. അതായത് ഡിജിറ്റൽ എക്കണോമിയിലേക്ക് നമ്മൾ 90%, ഒരു 10-75%, അതായത് ക്യാഷ്ലെസ് എക്കോണമി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ നമുക്ക് മാറാൻ കഴിഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് എൻവയോൺമെന്റ് ഡൈനാമിക് ആയതുകൊണ്ടാണ്. അത് നമ്മള് എന്താണെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചെങ്കിൽ പോലും അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബിസിനസ് എൻവയോൺമെന്റ് ഡൈനാമിക് ആയതുകൊണ്ടാണ്. അതെപ്പോഴും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും. മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മാറ്റങ്ങൾ ബിസിനസ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. ചില കമ്പനികളൊക്കെ ഒബ്സലറ്റ് ആയിപ്പോയാൽ നമുക്കറിയാം. ഇതിനു മുമ്പ് ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് ഈ പേജർ എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ടായിരുന്നു. ഇപ്പൊ BPL പോലെയുള്ള ബ്രിട്ടീഷ് ഫിസിക്കൽ ലബോറട്ടറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. BPL എന്ന് പറയുന്ന ഒരു പ്രബലമായ കമ്പനി ഇപ്പോഴും ഉണ്ട്, ചില പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. ആ കമ്പനിയൊക്കെ വളരെ പ്രബലമായ ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിന്നാണ്. പക്ഷെ അവർ പേജർ കൊണ്ടുവന്നത്, പേജറൊക്കെ വളരെ കുറഞ്ഞ കാലയളവിൽ അത് നിന്നിട്ടുള്ളൂ. ജസ്റ്റ് SMS അയക്കുന്ന സാധാരണ ഒരു ഫോൺ. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് അറിയാട്ടോ. കാരണം എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് കാണുന്ന പലവിധ കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ സൊസൈറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ടെക്നോളജിയിൽ നടക്കുന്ന എല്ലാ ചേഞ്ചും എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പറയണ്ട. അല്ലാതെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ്. The management has to keep track of this development and effect necessary changes in strategies well on time to meet the new challenges. അപ്പോൾ ഈ മാനേജ്മെന്റ് എപ്പോഴും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ തയ്യാറാകും. നെസസറി ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരണം. അങ്ങനെയല്ലാത്ത എത്രയോ കമ്പനികൾ ഇന്ത്യയിൽ തന്നെ എത്രയോ കമ്പനികൾ പോയതായിട്ട് എനിക്ക് തോന്നുന്നു. ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയിൽ പോയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറെ കമ്പനികൾ, ഒരുപാട് കമ്പനികളൊക്കെ ഇന്ത്യ ഇങ്ങനെ വിട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പൊ 1991 ശേഷം നമ്മളെ LPG, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതൊക്കെ വന്നതിന് ശേഷം ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്തിരുന്നു. പക്ഷെ ഇവർക്ക് പോലും പിന്നീട് എന്താണെന്ന് പറഞ്ഞാൽ കാലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരെപ്പോഴും എന്ത് ചെയ്യുന്നു എന്നാൽ പലപ്പോഴും വിട്ടു പോവുകയാണ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വിട്ടുപോകാൻ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ വിട്ടുപോകേണ്ട അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ബിസിനസ് എൻവയോൺമെന്റ് ഡൈനാമിക് ആയതുകൊണ്ടാണ് മനസ്സിലാക്കുക. അപ്പം ബിസിനസ് എൻവയോൺമെന്റ് അതിന്റെ ഒരു പ്രാധാന്യം എന്താ പറഞ്ഞാൽ ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ഡൈനാമിക് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് ഈസ് മൾട്ടി ഫേസറ്റഡ്. ഒന്നിലധികം മുഖമുള്ള അവസ്ഥയാണ് മൾട്ടി ഫേസറ്റഡ് എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം മേഖലയിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മാറ്റങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദ നേച്ചർ ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ പെർസെപ്ഷൻ ഓഫ് ദി ഒബ്സർവർ. A particular change in the environment may be perceived as an opportunity by some, while it may be perceived as threat by others. അപ്പോൾ ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ അത് ചിലർക്ക് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഗുണകരമായിരിക്കും. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ത്രെട്ടാണ്. ഇപ്പം കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം ഭീഷണിയാണ്. പല കമ്പനികൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞില്ല, സർവൈവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. പല ആഘോഷ കമ്മിറ്റിക്കാരും ആഘോഷ ബിസിനസ്സുകളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ ഡള്ളായിരുന്നു എന്നുള്ളത് നമ്മൾ റീസെന്റ് ആയി കണ്ട എക്സാമ്പിൾ ആണ്. ആ സച്ച് ദ ബിസിനസ് എൻവയോൺമെന്റ് ഈസ് മൾട്ടി ഫേസറ്റഡ് ഇൻ നേച്ചർ. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള മറ്റൊരു സ്ലൈഡാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ബിസിനസ് എൻവയോൺമെന്റ് ഹാസ് എ ഫാർ റീച്ചിങ് ഇമ്പാക്ട്. ബിസിനസ് എൻവയോൺമെന്റ് കുറെ ദൂരം പോകാവുന്ന ഇമ്പാക്റ്റ് ഉള്ള സംഭവങ്ങളാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ബിസിനസ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്നത്. ദ എൻവയോൺമെന്റൽ ചേഞ്ചസ് ഹാവ് എ ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഓൺ സർവൈവൽ, കണ്ടിന്യൂറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ബിസിനസ്. Any environmental changes may affect the demand for product and services of the business and thereby its profitability.
അപ്പം ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്ന് പറഞ്ഞാൽ ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇതെന്താണ് പറഞ്ഞാൽ ഇതാണ് ബിസിനസ് നിലനിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് തുറന്നു പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള മാറ്റങ്ങളും ഇതിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് എൻവയോൺമെന്റിനെ സംബന്ധിച്ച് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ മനസ്സിലാക്കിയേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ് വെയിറ്റ്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ക്യാൻ യു ഫോളോ മീ? മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സാർ. കുഴപ്പമൊന്നുമില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഈ മെറ്റീരിയൽ കൂടി ഒന്ന് കടന്നു പോവുകയും അതിന് ശേഷം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് റെഫർ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഫർ ചെയ്യാം, കൂടുതൽ വായിക്കുക. ഇപ്പൊ ഇന്ന് ഓരോ പൊസിഷനിലൊക്കെ എത്തിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ലയൺ പാർട്ട് ഓഫ് ദി ലൈഫ്, അവരെന്താണെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ സിംഹഭാഗം എന്താണെന്ന് പറഞ്ഞാൽ വായിച്ച് തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇത് വായിക്കാൻ ശ്രമിക്കുക. കൂടുതൽ പത്രം അതേപോലെ തന്നെ ആനുകാലികങ്ങളൊക്കെ വായിക്കാനുള്ള ശ്രമം നടത്തുക. ഓക്കെ, ദെൻ next PPT shows that the importance of understanding the business environment can be summarized as follows. അതിന്റെ മുകളിൽ പറഞ്ഞൊക്കെ PPT ഒരു എന്താണ് പറഞ്ഞാൽ അതൊരു സമ്മറൈസ് ചെയ്ത ഒരു സ്ലൈഡാണ് ഇവിടെ കാണുന്നത്. PPT നിങ്ങൾ നോക്കുക. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ the continuous environmental scanning helps in visualizing the impact of the socio-economic and political-legal changes at the national and international level on its business and take ടൈംലി കറക്റ്റീവ് സ്റ്റെപ്സ്. എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ ഹ്യൂമൻ ബോഡി സ്കാൻ ചെയ്യുമ്പോൾ തന്നെയാണ് എന്തൊക്കെയാണ് അവസരങ്ങൾ, എന്തൊക്കെയാണ് ഭീഷണികൾ എന്നുള്ള കാര്യമൊക്കെ അസസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹ്യൂമൻ ബോഡി അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവസരങ്ങളൊന്നും പറയാൻ പറ്റില്ല, എന്തൊക്കെ ഡിഫക്റ്റ് ആണുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതേപോലെ തന്നെ അതിന്റെ സറൗണ്ടിങ്സ് ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ക്ലോസ് വ്യൂ, അതായത് അങ്ങനെ കാണുന്നതാണ്, മനസ്സിലാക്കുന്നതാണ് എൻവയോൺമെന്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എൻവയോൺമെന്റൽ സ്കാനിങ്. ആ സമയത്ത് നമുക്കത് പറയാം. ഓക്കെ, അപ്പൊ എൻവയോൺമെന്റൽ സ്കാനിങ് നടത്തി കഴിഞ്ഞാലുള്ള ഗുണമാണ് നെക്സ്റ്റ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആൻഡ് ത്രെറ്റ് ടു ദ ബിസിനസ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും, എന്ത് ഒരു ബിസിനസ്സിന് എന്ത് അവസരമാണ് ഉള്ളത്, അതായത് ഇത് നിലവിലുള്ള പ്രൊഡക്റ്റുകൾ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യണോ എന്നുള്ള കാര്യം. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം നിങ്ങൾക്കറിയാം ITC എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ കേൾക്കാത്ത ആർക്കെങ്കിലും ഉണ്ടോ ITC എന്ന് പറയുന്ന കമ്പനി? ആരെങ്കിലും ഒന്ന് പറയാം, ITC എന്ന് പറയുന്ന കമ്പനി കേട്ടിട്ടുണ്ടോ? ITC എന്ന് പറയുന്ന കമ്പനി ഉണ്ടോ? ആർക്കെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് പറയാട്ടോ. ഞാനിതിങ്ങനെ കേട്ടിട്ടുണ്ട്. ITCന്റെ പൂർണ്ണമായ രൂപം നിങ്ങൾക്ക് അറിയോ എന്താണെന്ന്? ITC എന്ന് പറയുന്ന കമ്പനിയുടെ പൂർണ്ണമായ രൂപം നിങ്ങൾക്ക് അറിയോ എന്താണെന്ന്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയും. ഇന്ത്യൻ ടൊബാക്കോ കമ്പനി. ഇന്ത്യൻ ടുബാക്കോ കമ്പനിയാണ്. ഇന്ത്യൻ ടുബാക്കോ കമ്പനി എന്ന് പറയുന്ന കമ്പനീന്റെ പ്രൊഡക്റ്റ് ടുബാക്കോ അല്ല. ഇപ്പൊ ഒരു കാലത്ത് ടുബാക്കോ മാർക്കറ്റ് ചെയ്ത കമ്പനി, ഇപ്പൊ ഇന്ത്യൻ ടുബാക്കോ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആശീർവാദ് ആട്ട എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ എത്തിച്ചാൽ ആശീർവാദ് ആട്ട ആരെങ്കിലും വാങ്ങൂ? ആശീർവാദ് ആട്ട ഉണ്ടാക്കുന്ന കമ്പനി ഏതാ? ആശീർവാദ് ആട്ട കേട്ടിട്ടില്ലേ? ഞാൻ ആട്ട കമ്പനീന്റെ അഡ്വർടൈസ്മെന്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ ബിസിനസ് എൻവയോൺമെന്റ് പറയുന്ന സമയത്ത് ആശീർവാദ് ആട്ട ഏത് കമ്പനിയില്ല? ശരി, ചോദ്യങ്ങൾ നിർത്താൻ തോന്നുന്നു അല്ലെ? ഈ ITC കമ്പനീൻ്റെതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന നോട്ട് ബുക്കുകൾ എന്ന് പറയാൻ നോട്ട് ബുക്കൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? നിങ്ങൾ ഉപയോഗിക്കുന്ന നോട്ട് ബുക്ക് ഒരു കാലത്ത് കേരളത്തെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ കുന്നംകുളത്തൊക്കെ നിർമ്മിച്ച നോട്ട് ബുക്കുകളാണ് നമ്മൾ എന്ത് ചെയ്തെന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ITC ഒക്കെ ഉത്പാദിപ്പിക്കുന്ന നോട്ട് ബുക്കുകളാണ് നമ്മൾ എന്ത് ചെയ്തത്. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന 3000-ഓളം പ്രൊഡക്റ്റുകൾ ഇതിനുണ്ട്. റിക്കറ്റ് ബെൻകിസർ എന്ന് പറയുന്ന ഒരു കമ്പനി കേട്ടിട്ടുണ്ടോ? പലരും കേട്ടിട്ടുണ്ടോ? റിക്കറ്റ് ബെൻകിസർ എന്ന് പറയുന്ന കമ്പനിയുടെ ഏകദേശം അതിനുണ്ട് 4000-ഓളം പ്രൊഡക്റ്റുകൾ. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി, സമയം കിട്ടുന്ന സമയത്ത്
റിക്കറ്റ് ബെൻകിസർ അതിന്റെ പ്രൊഡക്റ്റ് ആണ്. അതിനൊക്കെ എന്താ വെച്ചാൽ ഓരോ പ്രൊഡക്റ്റിന് എന്താണെന്ന് പറഞ്ഞാൽ ഓരോ പേരാണ്. ആർപിക്കൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി റിക്കറ്റ് ബെൻകിസർ എന്ന് പറയുന്ന കമ്പനിയാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ അത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് എൻവയോൺമെന്റ് സ്കാനിങ് ഹെൽപ്സ് ഇൻ വിഷ്വലൈസിംഗ് ദ ഇമ്പാക്ട് ഓഫ് ദി സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലീഗൽ ചേഞ്ചസ് അറ്റ് ദ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ ഓഫ് ഓൺ ഇറ്റ്സ് ബിസിനസ് ആൻഡ് ടേക്ക് ടൈംലി കറക്റ്റീവ് സ്റ്റെപ്സ് ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിലനിൽക്കാൻ കഴിയില്ല. ഈ കറക്റ്റീവ് സ്റ്റെപ്സ് പറഞ്ഞ സമയത്താണ് ഞാൻ ITCയിലെ ഉദാഹരണത്തിലേക്ക് പോയത്. കാരണം ITC എന്ന് പറയുന്ന ആ കമ്പനി ടുബാക്കോ തന്നെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയെങ്കിൽ ആ കമ്പനിക്ക് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ ഇപ്പൊ എന്താ പറഞ്ഞാൽ ആളുകൾക്ക് പുകവലി ശീലമൊക്കെ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ കുറെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ ഡൈവേഴ്സിഫിക്കേഷന്റെ പാതയിലാണ്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സ് ആണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ കമ്പനി എന്ത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിലനിന്നിട്ടുള്ളത്. അപ്പൊ ഈ കറക്റ്റീവ് സ്റ്റെപ്സ് ഓരോ സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ, അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടാകും ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ, അതൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറക്ഷൻ ചെയ്തു കൊടുത്താൽ മാത്രമേ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ കഴിയുന്ന നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. Then next, it helps in identifying the opportunity for threats. So ഇത് ഞാൻ പറഞ്ഞതാണ്. It helps in identifying firm strength and weakness in view of the ടെക്നോളജിക്കൽ ആൻഡ് ഗ്ലോബൽ ഡെവലപ്മെന്റ്. ഇപ്പം എന്താണ് പറഞ്ഞാൽ ഈ എൻവയോൺമെന്റൽ സ്കാനിങ് ഒക്കെ അല്ലെങ്കിൽ എൻവയോൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷന്റെ എന്താണ് പറയാ അവരുടെ ഇന്റേണൽ സ്ട്രെങ്ത് എന്താണ്, അതേപോലെ തന്നെ ഇന്റേണൽ സ്ട്രെങ്ത് ഒക്കെ മനസ്സിലാക്കാൻ ഇത് സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രസന്റ് സ്ട്രാറ്റജീസ്, ഫോർമുലേറ്റിംഗ് ലോങ് ടേം പോളിസീസ് ആൻഡ് ഡെവലപ്പിംഗ് ഫ്യൂച്ചർ സ്ട്രാറ്റജീസ്. ഈ എൻവയോൺമെന്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ enables the firm to analyze competitive strategy and formulate the necessary counter strategies. കോമ്പറ്റീറ്റേഴ്സിന്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ കഴിയും, അതേപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ കൗണ്ടർ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് സെയിം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമല്ല കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാം. അപ്പം കാർ മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിൽ അതിന്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ടാറ്റയ്ക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാരുതി ആണെങ്കിൽ ഇതല്ല ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ മറ്റ് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയും ഒരു പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റീറ്റേഴ്സ് ആണ്. അപ്പൊ അവരുടെ സ്ട്രാറ്റജി, ഉദാഹരണത്തിന് ഒരാള് എന്താ പറയാ ഈ നമ്മുടെ ഈ എന്താ പറയാ ഫ്ലാറ്റ് വാങ്ങാൻ വെക്കുന്ന പൈസ കൊണ്ടാണ്, ഫ്ലാറ്റ് വാങ്ങുന്ന പൈസ വണ്ടി ഇട്ട് തരും, ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഈ ഫ്ലാറ്റ് വാങ്ങാൻ വെക്കുന്ന പൈസക്കായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വണ്ടി വാങ്ങാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നത് പറഞ്ഞാല് ഈ ഫ്ലാറ്റ് കൂടുതൽ വില കുറച്ചൊക്കെ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ വണ്ടി വാങ്ങാൻ വിചാരിച്ച ആള് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫ്ലാറ്റിലേക്ക് എന്ത് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ കോമ്പറ്റീറ്റർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബിൽഡേഴ്സ് ഒക്കെ ഒരു കോമ്പറ്റീറ്റർ. അപ്പൊ മാരുതിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ എന്താണെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചും ഒരു കോമ്പറ്റീറ്റർ ആണ് ആരെന്ന് പറഞ്ഞാല് ഈ അസറ്റ് ബിൽഡേഴ്സ്, ഇങ്ങനെയുള്ള ബിൽഡിംഗ് കമ്പനികളും അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായി സാധാരണ നമ്മൾ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എപ്പോഴും മനസ്സിലാക്കുക എന്താണെന്ന് പറഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമാണ് എന്ത് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ്. അങ്ങനെയല്ല, കുറച്ചുകൂടി വിശാലമായ അർത്ഥമാണ്. അപ്പൊ ഒരു കമ്പനിക്ക് ഏത് കമ്പനി എന്താണെന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റർ ആണ്. ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ഇൻകം ഒരു സ്ഥലത്തേക്ക് ചെലവാക്കുന്നതിന് പകരം മറ്റൊരു സ്ഥലത്തേക്ക് ചെലവാക്കാനാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ അതുകൊണ്ട് ശ്രമം നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. To enable the business firm to analyze competitive strategies and formulate the necessary counter strategies. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തന്ത്രം എന്നാണ് പറയാം. സാധാരണ ഇതൊരു മിലിറ്ററി ടേമാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പം ശത്രുവിന്റെ അറ്റാക്കിനെ കൗണ്ടർ ചെയ്യാനാണ് സാധാരണ ഇതിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക. അപ്പം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കൗണ്ടർ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നതിനേക്കാൾ സ്ട്രാറ്റജീസ്. അപ്പം ഒരു വ്യക്തി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്പനി ഉണ്ടാക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഓവർകം ചെയ്യാൻ മറ്റൊരു കമ്പനി എന്ത് ചെയ്യണം എന്ന് എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പം ഒരുപാട് കമ്പനികളുള്ള ഒരു കാലത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടത്. Lastly, it helps the firm to adapt to the prevailing condition and sometimes even influence the environment in order to make the congenial to the business. ഇനി ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. ഇത് മുന്നേ കേട്ടാണ്, അതുകൊണ്ട് വേഗം ഓടിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഈ ഒരു PPT കാണിക്കുന്നത്. ദിസ് PPT ഷോസ് ദാറ്റ് ടൈപ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇന്റേണൽ എൻവയോൺമെന്റ്. അനദർ വൺ ഈസ് മൈക്രോ, മാക്രോ, അങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇന്റേണൽ എൻവയോൺമെന്റ്, there are number of internal environmental factors that influence the strategic decision of the business. Some of these factors are value
വാല്യൂ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോറൽ പ്രിൻസിപ്പിൾസ് ഫോളോഡ് ബൈ ദ ബിസിനസ് ഇന്റേണലി ഓർ എക്സ്റ്റേണലി. ഒരു രാജ്യത്തുള്ള മോറൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാകും, അതേപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനുള്ളിലും ചില കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കോഡ് ഓഫ് കോണ്ടക്ട് ആണ്, അതായത് എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നുള്ള കാര്യമാണ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞാൽ പ്രീ ഡിറ്റർമിൻഡ് നോംസ് ആണ്. മീൻസ് എന്താ വെച്ചാൽ ഒരു മിനിമം ക്വാളിറ്റി, ഇന്ന ക്വാളിറ്റി ഉണ്ടാകും. ഇപ്പൊ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളൊക്കെയാണെന്ന് നമുക്കറിയാം, പെട്ടെന്ന് ഉദാഹരണം പറയാൻ പറ്റുന്ന നമുക്ക് ആ മേഖലയിലാണ്. കാരണം 5 സ്റ്റാർ കാറ്റഗറിയിലുള്ള ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ രീതിയിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ജസ്റ്റ് മിനിറ്റ് വെയിറ്റ്. എല്ലാവരും ഉണ്ടല്ലോ, ക്ലാസ്സിലുണ്ടോ? ആരെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും വിചാരിക്കും. ഓക്കെ, ശരി, നമ്മൾ നോക്കാം. ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ there are number of internal environment factors that influence the strategic decision in business. Some of these factors are, അപ്പോൾ ഇന്റേണൽ എൻവയോൺമെന്റിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. വാല്യൂ സിസ്റ്റം ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് വിച്ച് ദ ഓർഗനൈസേഷൻ ഹാസ് അഡോപ്റ്റഡ്. ഏതാണ് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്? Mission, goals and objectives of the companies are the determinant of the priorities, direction of development or philosophy, etc. of the business. Organization structure determining the extent of professionalization of management, characteristics of available human resource like skill, morale, commitment, attitude, etc. ഇതൊക്കെ ഇന്റേണൽ എൻവയോൺമെന്റ് പെടുന്നതാണ്. അതേപോലെ തന്നെ physical asset and facilities like nature of available technology, production capacity, hold on distribution, logistics എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സപ്ലൈ ചെയിൻ ആണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോജിസ്റ്റിക് വിച്ച് ഹാസ് ഡയറക്റ്റ് ബെയറിംഗ് ഓൺ മാർക്കറ്റിംഗ് എഫിഷ്യൻസി. അപ്പൊ ഈ ഒരു കാര്യം എന്താണ് പറഞ്ഞാൽ ഇന്റേണൽ എൻവയോൺമെന്റ് നമുക്ക് പറയാം. ഫിസിക്കൽ അസറ്റ്, അതായത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി, അതായത് ഇൻഡിജീനിയസ് ടെക്നോളജി ആണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ എന്താണ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻഡിജീനിയസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ തദ്ദേശീയമായിട്ട് എന്താ പറയുക ഡെവലപ്പ് ചെയ്ത ചില ടെക്നോളജികളൊക്കെ ഉണ്ടാകും. അതേപോലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതേപോലെ മാർക്കറ്റിംഗ് എഫിഷ്യൻസി, ഇതൊക്കെ ഇന്റേണൽ എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്നതാണ്. അതേപോലെ തന്നെ financial factors such as financial position, composition of fund, source of fund, capital structure, financial policies, etc. of the company, and corporate image and brand equity which the company has created over the years. ഇതൊക്കെ എന്താണ് പറഞ്ഞാൽ ഇന്റേണൽ എൻവയോൺമെന്റ് പറയാം. ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് കമ്പോസിഷൻ ഓഫ് ഫണ്ട്സ്, ഏതൊക്കെ ഷെയറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫണ്ട് റൈസ് ചെയ്തിട്ടുള്ളത്, കമ്പോസിഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ബൊറോഡ് ഫണ്ട്, അതേപോലെ തന്നെ സോഴ്സ് ഓഫ് ഫണ്ട്, ഏതൊക്കെ രീതിയിലുള്ളതാണ് ബൊറോഡ് ഫണ്ടാണ് ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ പോളിസീസ്, ആ കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇന്റേണൽ എൻവയോൺമെന്റിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാം. ഇനി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. ഈ ഒരു മേഖല കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ MCA4 ബാക്കി വരുന്ന ചാപ്റ്ററുകളൊക്കെ മൊത്തമുള്ളത്. അപ്പം ഇൻട്രഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഇപ്പൊ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്നത്. അപ്പൊ ഇന്റേണൽ എൻവയോൺമെന്റ്, എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. അപ്പൊ എൻവയോൺമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്താൽ ഇന്റേണൽ എൻവയോൺമെന്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം, മറ്റൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇന്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു PPT-യിലുള്ളത്. അതേപോലെ തന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന കാര്യങ്ങളാണ് ഇതിലും ഉള്ളത് എന്ന് കാണാം. PPT വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സ് ഒന്നും ഞാൻ കാണുന്നില്ല, ഞാൻ പ്രസന്റേഷൻ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കമന്റ് ഒന്നും വന്നാൽ ഞാൻ അറിയുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം ഇന്ററപ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. External environment എന്ന് പറഞ്ഞാൽ the external environment encompasses a variety of factors which are largely beyond the control of individual firms and which may provide opportunity or pose threat to an organization. These factors happen to be
അപ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ബിസിനസ്സിനെ അഫക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ, അത് അവിടുത്തെ ആ രാജ്യത്തെ എന്താണെന്ന് പറഞ്ഞാൽ ജനസംഖ്യ, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ ലീഗൽ ഫാക്ടേഴ്സ്. ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ആ രാജ്യത്ത് നിലനിൽക്കുന്ന ചില നിയമങ്ങൾ, ഇപ്പം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചില നിയമങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളിലൊക്കെ അത് ഒരു പരിധി വരെ ഞാൻ വിചാരിക്കുന്നു ചില രാജ്യങ്ങളിലൊക്കെ പെർമിസിബിൾ ആണെന്ന് തോന്നുന്നു. ഇപ്പം എന്താ പറയുക, മയക്കുമരുന്നൊക്കെ കൈവശം വെക്കുന്ന ഇന്ത്യയിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ്. ഞാൻ മനസ്സിലാക്കുന്ന കൊളംബിയയിലൊക്കെ ആണെങ്കിൽ അത് അത്ര പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ കൈവശം വെക്കാം. അപ്പം അവിടുത്തെ നിയമം ഇവിടുത്തെ നിയമം എന്താണെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ഇതിനൊക്കെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ആ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് കോൺട്രാഡിക്ടറി ആവും, ചിലപ്പോൾ വിവാദത്തിന് കഴിയും. അതുകൊണ്ട് ആ മേഖലയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പൊ ഉദാഹരണം നമുക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞ് തൽക്കാലം നിർത്തുകയാണ്. അപ്പം എക്കണോമിക്, ഡെമോഗ്രാഫിക്, പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യോ കൾച്ചറൽ, ടെക്നോളജിക്കൽ ആൻഡ് നാച്ചുറൽ എൻവയോൺമെന്റ്. നാച്ചുറൽ എൻവയോൺമെന്റ് ഓൾസോ അഫക്ട് ദ ഫംഗ്ഷനിങ് ഓഫ് ബിസിനസ്. നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് ഓരോ രാജ്യത്തും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണ് പറഞ്ഞാൽ അത്തരത്തിലുള്ള വ്യവസായങ്ങൾ അവിടെ നിലനിൽക്കാൻ കൂടുതൽ കാരണമാകും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ അത് വ്യത്യാസമുണ്ട്. കാരണം ഈ സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉള്ളെങ്കിൽ പോലും അവിടെ ഖനനം മാത്രമേ ഉള്ളൂ. അവിടുത്തെ ആൾക്കാരൊന്നും ഗോൾഡ് അധികം ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ജോസ്കോ എന്ന് പറയുന്ന ഒരു ജ്വല്ലറി ഉണ്ട് കേരളത്തിൽ. ഞാൻ എൻ്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല. അതിന്റെ അഡ്വർടൈസ്മെന്റിൽ ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ദക്ഷിണാഫ്രിക്കൻ മോഡലിനെ കൊണ്ടുവന്ന് അഡ്വർടൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്നുള്ള നിലയ്ക്കാണ് അവർ അത് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോസ്കോ ആണോ ആലുക്കാസ് ആണോ എന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും വർഷങ്ങൾക്ക് മുമ്പാണ് അത് കണ്ടിട്ടുള്ളത്. അപ്പം സോഷ്യോ കൾച്ചറൽ, ടെക്നോളജിക്കൽ ആൻഡ് നാച്ചുറൽ പറയുന്ന സമയത്താണ് സൗത്ത് ആഫ്രിക്കയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ റയർ മെറ്റൽസ്, മിനറൽസ് ഒക്കെ കണ്ടുവരുന്ന ലോകത്തിലെ രാജ്യം എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൺട്രീസ് ആണ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മിനറൽസ്, മെറ്റൽസ് ഒക്കെ കൂടുതൽ കാണുന്നത് എവിടെയാണ് ചോദിച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്, USSR, പഴയ റഷ്യ, ആ രാജ്യങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിനറൽസ് ഒക്കെ കാണുന്നത്. അത്തരത്തിലുള്ള വ്യവസായങ്ങളൊക്കെ കൂടുതൽ പരിപോഷിക്കപ്പെട്ടിരുന്നത് ആ രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള മെറ്റൽസും മിനറൽസും ഒക്കെ കുറവാണ്. ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ആകെ സ്വർണം ഖനനം ചെയ്യാൻ ഒരു ഖനി മാത്രമാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയാണ്. അതെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നീട് ഇപ്പം പ്രവർത്തനം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടകയിലെ കോലാർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഖനിയാണ്. അതിപ്പം പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ മെറ്റൽസും മിനറൽസും ഒക്കെ നമ്മളെ രാജ്യത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള റിസോഴ്സസ് ഒക്കെ കുറവാണെങ്കിലും ചില റിസോഴ്സസ് ഒക്കെ ഉണ്ട്. റയറായിട്ട് നിങ്ങൾ PSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അത് നോക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേപ്പർ എഴുതുന്ന സമയത്ത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തണം. അപ്പം നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ മാത്രമാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ. ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ച് കിട്ടുന്ന കുറേ അറിവുകൾ, അതേപോലെ തന്നെ ത്രൂ ഒബ്സർവേഷൻ നമുക്ക് കിട്ടും. വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നമുക്ക് വരുന്ന ഇൻഫർമേഷനൊക്കെ പരമാവധി നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ രാജ്യത്തെയും കൾച്ചർ, അതേപോലെ തന്നെ ഓരോ രാജ്യത്തെ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഉത്തര കൊറിയ, ദക്ഷിണ കൊറിയ എന്ന് പറയുന്ന 2 രാജ്യങ്ങളുണ്ട്, കൊറിയൻ കൺട്രീസ്. അപ്പം ഈ എന്താ പറയാ, ദക്ഷിണ കൊറിയൻ കമ്പനികളായ ചില കമ്പനികളൊക്കെ ഇന്ത്യയിൽ പ്രബലമായി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉത്തര കൊറിയൻ കമ്പനികളെ സംബന്ധിച്ചൊന്നും എനിക്ക് ധാരണയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ പറയാം. ഏതെങ്കിലും ഉത്തര കൊറിയൻ കമ്പനി ഇന്ത്യയിൽ മാർക്കറ്റിംഗ് നടത്തുന്ന കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? Am I audible? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഹലോ, ഓക്കെ. ഞാൻ ചോദിച്ചപ്പോ ഒരു ചോദ്യം കേട്ടോ നിങ്ങള്? കേട്ടോ? ഏതെങ്കിലും ദക്ഷിണ കൊറിയൻ കമ്പനികൾ ഇന്ത്യയിലെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നത് 2 കമ്പനി പറയൂ. ആർക്കും പറയാം. കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ കാണില്ല, ഞാൻ സ്ക്രീൻ മാത്രമേ കാണുന്നുള്ളൂ. സാർ ഈ സാംസങ് പിന്നെ ഹ്യൂണ്ടായി
ഓക്കെ, വെരി ഗുഡ്. സാംസങ്, ഹുണ്ടായി, ദേവ്, ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ ഉത്തര കൊറിയൻ കമ്പനികൾ നമ്മൾ കേൾക്കാത്ത എന്താന്ന് പറഞ്ഞാൽ അവിടുത്തെ നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ പ്രത്യേകം. മറ്റേത് ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഏഷ്യൻ റീജിയനിലുള്ള കൺട്രിയാണ്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ അത് എന്താ പറഞ്ഞാൽ ഡെമോക്രസി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇത് പറഞ്ഞാൽ ദക്ഷിണ കൊറിയ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താ പറഞ്ഞാൽ അവരുടെ മാർക്കറ്റൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്. ഈ ന്യൂ ജനറേഷൻ ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ, ന്യൂ ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബ്രിക്സ് കൺട്രീസ് ഒക്കെ, അതൊക്കെ കൂടുതൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫ്രീഡം കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉത്തര കൊറിയൻ രാജ്യങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ എക്കണോമി എന്ന് പറയുന്നത് ഫുൾ പ്രൊട്ടക്റ്റഡ് ആണ്. അങ്ങനെ എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ 91 മുമ്പ് വരെ നമ്മുടെ രാജ്യം എന്തായിരുന്നു പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത്ര പ്രൊട്ടക്റ്റഡ് ഒന്നും അല്ല. ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലും അത് നമ്മൾ മനസ്സിലാക്കും. റീസെന്റ് ട്രെൻഡ്സ് ഇൻ ബിസിനസ് എൻവയോൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രത്യേക മേഖല നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആ മേഖല ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അത് നോക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും പഴയ PPT-യിലേക്ക് തന്നെ പോവുകയാണ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് കമ്പോസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എക്കണോമിക്, ഡെമോഗ്രഫി, ദെൻ പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യോ കൾച്ചറൽ, ടെക്നോളജിക്കൽ ആൻഡ് നാച്ചുറൽ പറഞ്ഞ സമയത്താണ് കുറച്ച് കൂടുതൽ പറഞ്ഞു പോയത് എന്ന് നാം മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. Then next PPT, components of external environment. External environment components എന്താന്നൊക്കെ PPT-യിൽ ഒന്നുകൂടി പറയാണ്. The external environment can be broadly classified into micro environment and macro environment. External environment-നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം മൈക്രോ എൻവയോൺമെന്റ് എന്നും മാക്രോ എൻവയോൺമെന്റ്. മൈക്രോ എന്ന് പറയുന്നത് നമ്മൾ എക്കണോമിക്സ് പഠിച്ച ആൾക്കാരാണ്, അതുകൊണ്ട് അറിയാം. മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മറ്റേത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. അതേപോലെ തന്നെ സൂക്ഷ്മമായ എൻവയോൺമെന്റ് കുറച്ചുകൂടി മൈക്രോ ലെവലിലാണ്, മൈന്യൂട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് എന്താ പറഞ്ഞാൽ മാക്രോ ആണ്, ഒരു ബ്രോഡ് സെൻസ് ആണ്, ഹോളിസ്റ്റിക് ആണ്. അപ്പൊ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നോക്കണേ, അപ്പം എൻവയോൺമെന്റിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ കോമ്പണൻസ് ആണ് ഈ ഒരു PPT നമ്മൾ പരിചയപ്പെടുത്തുന്നത്. The micro environment refers to the environmental forces which are in the immediate contact of the business, such as മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് അതിൽ വരുന്നത് ബിസിനസ് ആയിട്ട് ഇമ്മീഡിയറ്റ് പെട്ടെന്ന്, അതായത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന. ജസ്റ്റ് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ആരൊക്കെ മീറ്റിംഗ് കയറിക്കൊണ്ടിരിക്കുകയാണ്. Okay, the micro environment refers to the environmental forces which are in the immediate contact of the business, such as customers, competitors, marketing intermediaries, suppliers, workers and publics. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് പറഞ്ഞാൽ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കസ്റ്റമർ, കോമ്പറ്റീറ്റേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറ്റ്സ്, സപ്ലയേഴ്സ്, വർക്കേഴ്സ് ആൻഡ് പബ്ലിക്സ്. അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള സമയത്ത് ശ്രദ്ധിക്കുക, സെയിം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ മാത്രമല്ല കോമ്പറ്റീറ്റേഴ്സ് എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം. മറ്റ് സാധാരണ രീതിയിൽ സെയിം പ്രൊഡക്റ്റ് ആണെന്നുള്ള ആ ഒരു പാറ്റേൺ ഒക്കെ മാറ്റി വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് മാക്രോ എൻവയോൺമെന്റ്. മാക്രോ എൻവയോൺമെന്റ് അതർ ഹാൻഡ് ആർ ദ ലാർജർ സൊസൈറ്റിയൽ ഓർ ഫിസിക്കൽ ഫോഴ്സസ് വിച്ച് മേ ഹാവ് ഓൺ ഡയമെൻഷൻ ഓർ ബിസിനസ് എൻവയോൺമെന്റ് ഇമ്പാക്ട് നോട്ട് ഓൺലി ഓൺ ദ ബിസിനസ് ബട്ട് ഓൾസോ ഇറ്റ്സ് മൈക്രോ എൻവയോൺമെന്റൽ പ്ലേസ്. ഇപ്പൊ മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതായത് ഫിസിക്കൽ ഫോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ എന്താ പറഞ്ഞാൽ ഈ മൈക്രോ എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മാക്രോ എൻവയോൺമെന്റിൽ വരുന്നതാണ്. ദീസ് ആർ എക്കണോമിക്, പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യോ കൾച്ചറൽ, ഡെമോക്രാറ്റിക്. ഹലോ, 1 സെക്കൻഡ്. ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.
കുറേ ആൾക്കാരൊക്കെ ഇതിലുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. മാക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഉൾക്കൊള്ളുന്നത്? ഒന്നാമത് കസ്റ്റമേഴ്സ്. കസ്റ്റമർ ഹോൾഡ് ദ കീ ടു ദ സക്സസ് ഓഫ് ബിസിനസ്. നമുക്കറിയാം കസ്റ്റമേഴ്സ് ആർ ദ കിങ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്ന ആ ഡയലോഗ് ഇപ്പം പലപ്പോഴും നമ്മൾ കേട്ടാണ്, ഒരുപാട് സ്ഥലത്ത് എക്സാമിനൊക്കെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതാണ് എന്താന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. Therefore, understanding customers and monitoring their changing taste and preference is very important for every business. The loyalty of customers towards the product or service depends mainly upon their degree of satisfaction. In order to create and sustain customers, the management has to set up a system for monitoring customers' attitude, behavior, and satisfaction on continuous basis. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന കസ്റ്റമേഴ്സ്, രണ്ടാമത്തെ കോമ്പറ്റീറ്റേഴ്സ് ആണ്. കോമ്പറ്റീറ്റേഴ്സിന്റെ കാര്യം കുറേ ഞാൻ പറഞ്ഞാണ്, ഞാൻ ആ PPT ഒഴിവാക്കുകയാണ്. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ പറഞ്ഞ ഒരു എക്സാമ്പിൾ നോക്കുക. അതായത് എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ സാംസങ് TV not only the competing with other brands of television in the market, but it is also competing with other firms manufacturing products such as two-wheelers, refrigerators, music system. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യമാണ്, കുക്കിംഗ് റേഞ്ച് എക്സെട്ര. ബിക്കോസ് ദ കസ്റ്റമേഴ്സ് വിത്ത് discretionary income may settle for any of these products, as the discretionary income available with the customers may be limited and desire to purchase product unlimited. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചുണ്ടാകും കോമ്പറ്റീറ്റീവായി മാറുന്നതിൻ്റെ ഒരു കാരണമാണ് ഉദാഹരണത്തിൽ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിന്റെ ഇൻകം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഔട്ട് പോക്കറ്റ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരുത്തൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേറെ സ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്ന നഷ്ടം നമ്മൾ സാധാരണ കോസ്റ്റിങ്ങിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് ഔട്ട് പോക്കറ്റ് കോസ്റ്റ്. കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുക കോൺസെപ്റ്റ്. അതേപോലെയാണ് ഒരു സ്ഥലത്ത് നമുക്ക് ഇൻകം ലിമിറ്റഡ് ആണ്. ഈ ഇൻകം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. ഒരു കാര്യം മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഇടപെടുന്നത്. അപ്പൊ എല്ലാ കമ്പനികളും പരസ്പരം മത്സരിക്കുന്നതാണ് എന്നുള്ള കാര്യം അതിൽ പറഞ്ഞു വെക്കുന്നു. നോക്കാം. Then marketing intermediaries എന്ന് പറഞ്ഞാൽ middlemen ആണ്. Marketing intermediaries are the channels of members which help the business firm to take its product to the final buyer. Most of the companies find it too difficult to reach the final buyer on their own, as they do not have the requisite network to distribute their products. The intermediaries such as wholesalers, retailers, distribution firm, agents, etc. അപ്പോൾ മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ഇതിൽ വരുന്നതാണ്. അപ്പോൾ മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്റർമീഡിയറീസ് ഒക്കെ കുറവാണ്. കാരണം മൊബൈൽ ഇ-കൊമേഴ്സ് ഒക്കെ ഒരുപാട് എന്ത് ചെയ്തു പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ തന്നെ മൈക്രോ ലെവലിൽ നമ്മൾ എൻവയോൺമെന്റിൽ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഫേം, ഏജൻറ്റ്സ് perform various kinds of function to assist the business firm in promoting, selling and distributing its goods to the final buyer. These intermediaries help the firm to find the customers and close sales with them. They also assist the firm in moving goods from production point to the consumption point. They also finance some of the marketing activities and ensure business risk. ഇന്റർമീഡിയറീസും ഒരു പരിധി വരെ എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ വളരെ സ്വാധീനിക്കുന്നതാണ്. കാരണം അവരെന്താണ് തരുന്നത്, അവർ ചിലപ്പോൾ ക്യാഷ് അഡ്വാൻസ് തരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസ്സിലേക്ക് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം ഫിലിം പ്രൊഡക്ഷനൊക്കെ ആണെങ്കിൽ നമുക്കറിയാം തിയേറ്ററുകാരൊക്കെ കൊടുക്കുന്ന ഫണ്ടാണ് ആര്, ഈ ഫിലിം പ്രൊഡക്ഷൻകാരുടെ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻകം എന്ന് പറയുന്നത്. അത് വെച്ചുകൊണ്ടാണ് ഫണ്ട് അവർ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ ഡിസ്ട്രിബ്യൂഷനിലുള്ള ആൾക്കാർ തരുന്ന എമൗണ്ട് ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പം മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി റീകോൾ ചെയ്ത് നോക്കാം. ആരെങ്കിലും ഇടയ്ക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയാണ് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത്? ഒന്ന് കസ്റ്റമേഴ്സ്, രണ്ട് കോമ്പറ്റീറ്റേഴ്സ്,
മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ആൻഡ് നെക്സ്റ്റ് സപ്ലയേഴ്സ്. Suppliers are those who provide various kinds of inputs such as raw materials, fabricated parts. Every firm strives to operate at a low cost of production, for which it has to ensure uninterrupted supply of input. Any uncertainty in the supply of input will require the firm to maintain a high level of inventories, which may lead to the increase the cost of production. നമുക്കറിയാവുന്നതാണ് സപ്ലൈസ് കൃത്യമായ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഹൈ ആവും. ഇപ്പോൾ ചില കാറിനൊക്കെ വില കൂടുന്നു എന്നൊക്കെ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടോ എനിക്കറിയില്ല, ദിവസം പേപ്പർ വായിക്കുന്ന ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അതെന്തുകൊണ്ട് കൂടുന്നു ചോദിച്ചാൽ ചില കമ്പനികളുടെ കാറിനൊക്കെ വില കൂടാൻ കാരണം എന്താ വെച്ചാൽ ചിപ്പ് ചില ഇപ്പോഴത്തെ കാറുകളൊക്കെ എന്താ പറഞ്ഞാൽ ചിപ്പ് ബേസിലാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചിപ്പിന്റെ ഒക്കെ ക്ഷാമം. അപ്പൊ അതായത് അതിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൃത്യസമയത്ത് ഈ സാധനങ്ങൾ എത്തിച്ചു തന്നിട്ടില്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവർക്ക് നിലനിൽക്കാൻ എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഉള്ളതിന് വില കൂട്ടേണ്ടി വരും. അങ്ങനെയാണ് ഇതിനൊക്കെ വില കൂട്ടേണ്ട ഒരു കേസ് വരുന്നത്. ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം, അതൊരു കേസാണ്. കാരണം വില കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന, അതായത് നമുക്ക് ഇപ്പോൾ അത്രയും ഓരോ കമ്പനിയിൽ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് എംപ്ലോയീസ് ഉണ്ട്. അവർക്കൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സാലറീസ് കൊടുക്കണം. സാലറി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉള്ളത് വിറ്റ് കിട്ടിയാൽ, അത് ഉള്ളത് വിറ്റ് പറഞ്ഞാൽ കൂടുതൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉള്ളതിന് എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ കൂടുതൽ വിലയ്ക്ക് വിൽക്കേണ്ടി വരും. അപ്പൊ അതും ഇതിനെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സപ്ലൈസ്, ദെൻ വർക്കേഴ്സ് ആൻഡ് യൂണിയൻസ്. വർക്കേഴ്സ് ഇതൊക്കെ മൈക്രോ ലെവൽ എൻവയോൺമെന്റ്. വർക്കേഴ്സ് ആൻഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ ദ റിലേഷൻഷിപ്പ് വിച്ച് ബിസിനസ് ഫേം ഹാസ് ബിൽട്ട് അപ്പ് വിത്ത് ദ വർക്കേഴ്സ് ഈസ് ദ ക്രൂഷ്യൽ ഇമ്പോർട്ടൻസ് ഫോർ ഇറ്റ്സ് സക്സസ്. അതായത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സുമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം എന്നുള്ളത് ആ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു അത്യാവശ്യ ഘടകമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ എന്താ പറയാ സ്ഥാപനം തന്നെ നിർത്തിപ്പോകേണ്ടി വരും. അങ്ങനെ ഒരുപാട് കമ്പനികളൊക്കെ കേരളത്തിൽ കൂട്ടിപ്പോയിട്ടുണ്ട്, പുറത്തും കൂട്ടുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചുള്ള ഡാറ്റകളൊന്നും നമ്മൾ അവൈലബിൾ അല്ലാത്തതൊന്നും പറയാൻ പറ്റില്ലെങ്കിലും കേരളത്തിലുള്ള പല കമ്പനികളും പുറത്തൊക്കെയാണ് പോയി കൂടുതൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ബിസിനസ് വെക്കുന്നത്. അവിടെ ഇപ്പൊ ചീപ്പ് ലേബറൊക്കെ അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിലും അതേപോലെ തന്നെ പോണ്ടിച്ചേരിയൊക്കെയാണ് ചില കമ്പനികളുടെ ഫാക്ടറീസ് ഒക്കെ ഉള്ളത്. ഇപ്പം ഈ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈസ്റ്റാണ് ഒരു ബ്രാൻഡാണ്, അവരുടെ അടിമാലിയാണ് അവരുടെ എന്താണ് പറഞ്ഞാൽ അവരുടെ ഫാക്ടറി ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊക്കെ ഇപ്പം എന്താണ് പറഞ്ഞാൽ തമിഴ്നാട്. അതേപോലെ തന്നെ ജ്യോതി ലാബോറട്ടറീസ് കേരള ബേസ് അല്ലെങ്കിൽ തൃശ്ശൂർ ബേസ് ആയിരുന്നു, പക്ഷെ അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് ബോംബെ 66 പക്ഷെ അവരൊക്കെ ഇപ്പോഴത്തെ ഫാക്ടറികളൊക്കെ പോണ്ടിച്ചേരിയൊക്കെയാണ്. ഇങ്ങനെ ഇന്ത്യയിൽ കേരളത്തിലുള്ള കുറെ കമ്പനികളൊക്കെ പോയിട്ടുണ്ട്. അത് ലേബർ ഫോഴ്സിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണെന്നൊന്നും പറയാൻ കഴിയില്ല. കുറച്ച് കാരണങ്ങളൊക്കെ അതിന്റെ പിന്നിൽ ഉണ്ടാകും. എങ്കിലും എന്താ പറഞ്ഞാൽ വർക്കേഴ്സിന്റെ പ്രശ്നം കൊണ്ട് വർക്കേഴ്സായി നല്ല ബന്ധമില്ലെങ്കിൽ ആ സ്ഥാപനം നിലനിൽക്കാൻ കഴിയില്ല. അതായത് റിലേഷൻഷിപ്പ് വിച്ച് ബിസിനസ് ഫേംസ് ഹാസ് ബിൽട്ട് അപ്പ് വിത്ത് ഇറ്റ്സ് വർക്കേഴ്സ് ഈസ് ഓഫ് ക്രൂഷ്യൽ ഇമ്പോർട്ടൻസ് ഫോർ ഇറ്റ്സ് സക്സസ്. അതുകൊണ്ടാണ് ESOP, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നൊക്കെ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് കൂടെ ഒക്കെ കമ്പനി കടന്നു പോകുന്നത്. ESOP എന്ന് പറയുന്നത് സാധാരണ അതിൽ എന്താ പറയാ അവർക്ക് എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ചില ഓഹരികളൊക്കെ കൊടുക്കുന്നത് അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ലേബർ മാനേജ്മെന്റ് പ്രാക്ടീസസ് ഓപ്പറേറ്റിംഗ് ഇൻ എനി ഓർഗനൈസേഷൻ വുഡ് ഡിറ്റർമിൻ the quality of relationship which business firm has with its workers. If the workers are unorganized, the bargaining position of the company, vice versa, workers would be strong and it may be succeed in forcing workers to accept whatever it provides for them. ഇപ്പം റീസെന്റ് ആയിട്ട് നമുക്കറിയാം, ഉദാഹരണം കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ KSRTCയിൽ ഈ അടുത്ത കാലത്ത് ഒരു ദിവസം പണിമുടക്കുണ്ടായി. KSRTCയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വളരെ നഷ്ടത്തിൽ പോകുന്ന ഒരു കമ്പനിയാണ് എപ്പോഴും. അപ്പൊ അത് എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിന് എന്താണെന്ന് പറഞ്ഞാൽ 10 വർഷമായി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സാലറി ഹൈക്ക് ചെയ്തിട്ട് 10 വർഷമായി. 10 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൈസ് ലെവൽ ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സംഭവം കമ്പനി നഷ്ടത്തിലൊക്കെ ആണെങ്കിലും അതിന്റെ പ്രൈസ് ലെവൽ ചേഞ്ച് രാജ്യത്തെ എന്താ പറയാ പ്രൈസ് ലെവൽ ചേഞ്ച് ഒരുപാട് മാറിയപ്പോൾ അതിലുള്ള വർക്കേഴ്സിന് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഇൻകം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പൊ അവരെ ഒരു ദിവസം എന്ത് ചെയ്തു പറഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ അവരായിട്ട് നല്ല നിലയിൽ പോയി ഒരു ദിവസം സർവീസ് മുടങ്ങി കഴിഞ്ഞാൽ KSRTC ഒരു പക്ഷേ ലാഭമായിരിക്കും, എനിക്കറിയില്ല, ലാഭം എന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എങ്കിലും അത് ശരിയായ രീതിയിൽ പോയിട്ടില്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ ചില ഈ ലാഭകരമല്ലാത്ത റൂട്ടിലേക്കും പ്രൈവറ്റ് ബസ് സർവീസ് നടത്താത്ത സ്ഥലത്തേക്കും ഒരുപക്ഷെ KSRTC എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ സർവീസ് നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് വർക്കേഴ്സ് ആയിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ സ്ഥാപനം നിലനിൽക്കാൻ കഴിയും. കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻ ഇപ്പൊ കളക്റ്റീവ് ബാർഗൈനിങ് കൂടുതലാണ് ട്രേഡ് യൂണിയനൊക്കെ ശക്തമാകുന്ന സ്ഥലങ്ങളിൽ. കാരണം എന്താ വെച്ചാൽ
ട്രേഡ് യൂണിയനുകൾ പ്രബലമായി കഴിഞ്ഞാൽ അവർ വേജ് പോളിസിയൊക്കെ എന്ത് ചെയ്യുന്ന കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബാർഗൈൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം വർക്കേഴ്സ് ആൻഡ് യൂണിയൻസ് ഇറ്റ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ മൈക്രോ എൻവയോൺമെന്റ് ഓഫ് ബിസിനസ്. ദെൻ പബ്ലിക്സ്. In the common practice, in the words of publics refers to all people in general. അപ്പം പൊതുവിൽ ജനറൽ ആയിട്ടുള്ള എല്ലാ വ്യക്തികളെയും അല്ലെങ്കിൽ ആളുകളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് പബ്ലിക് എന്ന് പറയുന്നത്. എവറി കമ്പനി എൻകൗണ്ടേഴ്സ് സർട്ടൻ പബ്ലിക് ഇൻ ഇറ്റ് എൻവയോൺമെന്റ്. According to the Philip Kotler, is an expert in marketing management, a public is in any group that has an actual or potential interest or impact on the company's ability to achieve its objective. അപ്പോൾ പബ്ലിക് എന്ന് പറയുന്ന ജനറൽ പീപ്പിൾ ആണ്. അപ്പോൾ ഒരു ബിസിനസ് നിലനിൽക്കുന്നതിന് ചുറ്റുപാടൊക്കെ ഉള്ള ആൾക്കാർ എന്താണ് പറഞ്ഞാൽ അവരെ ഇൻട്രസ്റ്റ് കൂടി എന്ത് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ഫിലിപ്പ് കോട്ട്ലറുടെ ആ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതായത് പബ്ലിക് ഇസ് എനി ഗ്രൂപ്പ് ദാറ്റ് ഹാസ് ആൻ ആക്ച്വൽ ഓർ പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ഓർ ഇൻ ഇമ്പാക്ട് ഓഫ് കമ്പനീസ് എബിലിറ്റി ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന അവിടെയുള്ള സറൗണ്ടിങ്സിലുള്ള ജനങ്ങളെല്ലാം പബ്ലിക്കാണ്. The publics are various interest groups which have or may have an interest in the functioning of the business, such as environmentalist. Environmentalist means is പരിസ്ഥിതി പ്രവർത്തകർ, media groups, consumer protection group, local lobbyist. This group may sometimes possess a series of threat to companies. ഇവരെയൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ കമ്പനി കൺസിഡർ ചെയ്യണം. ഇപ്പം ഒരു മൊബൈൽ കമ്പനിയുടെ ടവർ ഒരു പ്രത്യേക ലൊക്കേഷനിൽ വരികയാണെങ്കിൽ ആദ്യം എന്താണെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ വന്ന് അതിനെ ഫോസ്റ്റർ ചെയ്യാനുള്ള ശ്രമം നടത്തും. ചില ആൾക്കാർ ജെന്യൂനായി സമരം ചെയ്യും, ചില ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ ഒഴിവായി കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള ലോക്കൽ പീപ്പിളിന് ഏതും ഇപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ചില മേഖലയിലൊക്കെ ബിൽഡേഴ്സ് ഒക്കെ ആണെങ്കിൽ ചില തണ്ണീർത്തടങ്ങളൊക്കെ നികത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഫ്ലാറ്റുകളൊക്കെ പണിയും. പക്ഷെ അതിനാദ്യം ചിലരൊക്കെ സമരം ചെയ്യുമെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുന്ന സമരം ചെയ്യണമെന്നില്ല, അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പിൻവാങ്ങും. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മിക്കാം. പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പബ്ലിക് എന്ന് പറയുന്നത് ഒരു മൈക്രോ എക്കണോമിക് ഫാക്ടർ ആണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. ഓക്കെ, തന്നെ നമുക്കടുത്ത പബ്ലിക് ദെൻ മാക്രോ എൻവയോൺമെന്റ്. അപ്പൊ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ മൈക്രോ എൻവയോൺമെന്റ് ആണ്. അപ്പം ഈ ഒരു PPT കാണുന്നത് എന്താ വെച്ചാൽ മാക്രോ എൻവയോൺമെന്റ് എന്നുള്ളതാണ്. മാക്രോ എൻവയോൺമെന്റ് എന്നുള്ളത് മാക്രോ ഫോഴ്സസ് ആർ ജനറലി മോർ അൺകൺട്രോളബിൾ ദാൻ ദ മൈക്രോ എൻവയോൺമെന്റൽ ഫോഴ്സസ്. And the success of business firm to large extent depends on the ability to adapt itself into the dynamic, complex and multifaceted environment which has for reaching consequence for the firm. So macro environment എന്ന് പറഞ്ഞാൽ ഈ അൺകൺട്രോളബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് മാക്രോ എൻവയോൺമെന്റിൽ വരുന്നത്. മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് മുന്നത്തെ PPTയിൽ നമ്മൾ കണ്ട സപ്ലയേഴ്സിനെയും അതേപോലെ തന്നെ ഇന്റർമീഡിയറ്റ്സിനൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന കൺട്രോൾ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവർ ആ കോംപ്രമൈസിൽ എത്താൻ കഴിയും. എന്നാലും മാക്രോ എൻവയോൺമെന്റിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് കോംപ്ലക്സ് ആണ്, സങ്കീർണമാണ്. അതെന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കോംപ്രമൈസിലൊക്കെ എത്തല് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല മാക്രോ എൻവയോൺമെന്റിൽ വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ദെൻ അതിൽ വരുന്നതാണ് മാക്രോ എൻവയോൺമെന്റിൽ വരുന്നതാണ് എക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് നമുക്ക് ചർച്ച ചെയ്യാം. എക്കണോമിക് എൻവയോൺമെന്റിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് എന്നുള്ള മുന്നേ പറഞ്ഞ കാര്യമാണ്. അതായത് അവിടെയുള്ള നേച്ചർ ഓഫ് ദി എക്കണോമി ഞാൻ പറഞ്ഞാണ്. എക്കണോമിക് റിസോഴ്സസ് എന്താണ്, ഒരു രാജ്യത്തിന്റെ എക്കണോമിക് റിസോഴ്സസിന്റെ അവൈലബിലിറ്റി, ലെവൽ ഓഫ് ഇൻകം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ പർച്ചേസിംഗ് പവർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്ന ആൾക്കാർ വാങ്ങുന്നൊക്കെയുള്ള എക്കണോമിക്കൽ തിയറി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയും. ലെവൽ ഓഫ് ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തൊന്നും അത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ല നടക്കുന്നത്, അത് അൺഇക്വിറ്റബിൾ ആണ്. അപ്പൊ അത് ഒരു ഘടകമാണ്. കാരണം ഈ ഡെവലപ്ഡ് കൺട്രീസിലാണെങ്കിൽ ഒരു പക്ഷേ പരിധി വരെ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ ലോകത്തിലുള്ള എന്താ പറയുക കോടീശ്വരന്മാരിൽ വലിയൊരു വിഭാഗം ഇന്ത്യയിൽ ഉണ്ടെന്നുള്ളത് അറിയാം. ആ സമയത്ത് തന്നെ പട്ടിണി എടുക്കുന്ന ആൾക്കാരും ഇന്ത്യയിലുണ്ട്.
എന്നാൽ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എക്സെട്ര, ആൻഡ് എക്കണോമിക് സിസ്റ്റം ആൻഡ് പോളിസീസ് വിച്ച് ദ കൺട്രീസ് ഫോളോസ്. എക്കണോമിക് സിസ്റ്റത്തെ സംബന്ധിച്ച് പറഞ്ഞു. എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന 3 സിസ്റ്റമാണ് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ എക്കണോമിക് പോളിസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ രാജ്യത്ത് നിലനിൽക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും. ഈ ക്ലാസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലായിരുന്നോ? എല്ലാവർക്കും കിട്ടിയിരുന്നോ? ആദ്യമേ ഇൻഫർമേഷൻ കിട്ടിയിരുന്നോ? ആരെയൊന്നും അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയൂ. കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ നമ്മളെ ക്ലാസ് 2 മണിക്കൂറുള്ള ക്ലാസ് 1 മണിക്കൂർ 20 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യും. ഏകദേശം ഒരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എക്കണോമിക് സിസ്റ്റം വിച്ച് കൺട്രീസ് അഡോപ്റ്റഡ് സച്ച് ആസ് ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കണോമി, ദ നാച്ചർ ഓഫ് എക്കണോമിക് പോളിസി. ഇപ്പോൾ എക്കണോമിക് എൻവയോൺമെന്റ് ഇതൊക്കെയാണ് കേട്ടോ വരുന്നത്. പോളിസീസ് വിച്ച് ദ കൺട്രി ഹാസ് അഡോപ്റ്റഡ് സച്ച് ആസ് ഇൻഡസ്ട്രിയൽ പോളിസി, മോണിറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസി. ദ ടൈപ്പ് ഓഫ് എക്കണോമിക് പ്ലാനിങ് സച്ച് ആസ് സെൻട്രലൈസ്ഡ് ഓർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, perspective of long-term plans, 5-year plans, annual plans or budget. നമ്മളെ സംബന്ധിച്ച് 5-year പ്ലാൻ ഒന്നും ഇപ്പോൾ ഇല്ല അല്ലേ? 5-year പ്ലാൻ ഇപ്പം 1951 തുടങ്ങി 5-year പ്ലാൻസ് ഒക്കെ തുടങ്ങി. പക്ഷെ ഇപ്പോൾ 5-year പ്ലാൻസ് ഒന്നും ഇല്ല. അതിന്റെ ഭാഗത്ത് എന്താണെന്ന് പറഞ്ഞാൽ നീതി ആയോഗ് എന്ന് പറയുന്ന പുതിയൊരു സംവിധാനമാണ്. കാരണം എന്താ വെച്ചാൽ അത് നിർത്താൻ കുറെ കാരണങ്ങളുണ്ട്. കാരണം ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ 5 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. 5-year പ്ലാനിൽ അങ്ങനെ 5 വർഷം കൊണ്ടാണ് അത് ഫോക്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അച്ചീവ് ചെയ്യാം. എന്നാൽ ഈ എന്താ പറയാ, നീതി ആയോഗ് വന്നതോടു കൂടി എന്താ വെച്ചാൽ പ്ലാനിങ്ങിന് അത്ര ഡ്യൂറേഷൻ ആവശ്യമില്ല. 1 ഇയർ കൊണ്ടൊക്കെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പ്ലാന് നടപ്പിലാക്കാം എന്നുള്ളൊരു ചേതവികാരമൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാറിയിട്ടുണ്ട്. അപ്പം ആ രാജ്യത്ത് നിലനിൽക്കുന്ന എന്താ പറയാ, അവിടുത്തെ ഇത്തരത്തിലുള്ള പ്ലാനിങ് സിസ്റ്റം 5-year പ്ലാനൊക്കെ നമ്മൾ കടം കൊണ്ടത് എവിടുന്നാണെന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്നാണ്. ആദ്യത്തെ ഇൻഡസ്ട്രിയൽ പോളിസി ഒക്കെ തയ്യാറാകുന്ന സമയത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഒരു മിക്സഡ് സോഷ്യലിസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1951. അപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അന്നെന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ്, ഗവൺമെന്റ് സെക്ടറിന്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനാണ് എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അപ്പം പല മേഖലകളും ഗവൺമെന്റിന്റെ അണ്ടർ തന്നെ നിലനിർത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ എന്താ പറഞ്ഞാൽ ഓരോ മേഖലകളും എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം 1969 വന്നപ്പം ബാങ്കിങ് നാഷണലൈസേഷൻ ഉണ്ടായിരുന്നു. ഈ 14 ബാങ്കുകൾ 80s ആയ സമയത്ത് ഏകദേശം 6ഓളം ബാങ്കുകൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ബാങ്കുകളുടെ മെർജിങ് ഒക്കെ നടക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പലതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. കൂടുതലും എന്താണെന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്കാണ് നമ്മുടെ രാജ്യം എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് എല്ലാ വിധത്തിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ് സിസ്റ്റം മാറിയിട്ടുണ്ട്. ദ ടൈപ്പ് ഓഫ് എക്കണോമിക് പ്ലാനിങ് സച്ച് ആസ് സെൻട്രലൈസ്ഡ് ഓർ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, perspective or long-term plans, 5-year plans, annual plans, budget, etc. The nature of infrastructure available in the country, such as means of transportation, communication network, banking and financial institution, power supply, insurance, etc. അപ്പം ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ബാങ്ക് അതിൻ്റെ അസോസിയേറ്റ് ബാങ്കുമായിട്ട് മെർജ് ചെയ്ത സമയത്ത് SBT, ഇപ്പൊ ഇന്ത്യയിൽ കേരളത്തിൽ പ്രബലമായി ഉണ്ടായിരുന്നതാണ് SBT SBI ലയനമൊക്കെ നിങ്ങൾ ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിനെ എതിർത്ത കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന വാദഗതി എന്താണെന്ന് പറഞ്ഞാൽ, അദാനി ഗ്രൂപ്പ് ഓസ്ട്രേലിയയിൽ ഒരു പുതിയ ഒരു പോർട്ട് ആരംഭിക്കുന്നുണ്ട്. അതിനെന്താണെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റ് അത് കൊടുക്കണമെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ബാങ്കിന് ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പൊ അന്ന് സ്റ്റേറ്റ് ബാങ്കിനുണ്ടായിരുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ SBT കൂടെ ആയി ലയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റതിന്റെ അസോസിയേറ്റ് ചെയ്ത 5 ബാങ്കുകളുമായിട്ട് ലയിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിന് ഉള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് അന്ന്
ലയിച്ചത് എന്നൊക്കെ ഉള്ളൊരു വാദഗതി ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് പിന്നിലുള്ള വാദഗതികളൊന്നും അന്വേഷിക്കാൻ നമ്മൾ കൂടുതൽ മെനക്കെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അവിടെ രാജ്യത്ത് നിലനിൽക്കുന്ന ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ എക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. ദ നേച്ചർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ഇൻ ദ കൺട്രി സച്ച് ആസ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പവർ സപ്ലൈ, ഇൻഷുറൻസ്, എക്സെട്ര. And the important economic indices such as national income, per capita income, rate of growth of gross national product, distribution of income, rate of savings and investment, rate of growth of import and export, balance of trade, balance of payment, poverty rates, etc. ഇതൊക്കെ എക്കണോമിക് എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, then political and legal environment. ഇതൊക്കെ മാക്രോ എൻവയോൺമെന്റ് അതിന്റെ ഭാഗം പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്. Political system and ideology of the political parties exert a lot of influence in the determining the course of action which the business enterprise may adopt. Dimmock observes the two most powerful institutions in the society today are business and government, where they meet on common ground amicably or otherwise together and determine public policy, both foreign and domestic for the nation. In every country, irrespective of the nature of the economic system, the government plays an active role in planner, regulator, promoter of the economic activity. അപ്പോൾ എല്ലാ രാജ്യത്തും ഉള്ള ഗവൺമെന്റുകൾ എന്താണെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ പ്ലാനിങ്ങിൽ അതേപോലെ തന്നെ റെഗുലേഷനിലൊക്കെ ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഇപ്പം നിലവിൽ വന്ന മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ കേട്ടിട്ടുണ്ടാവും. മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ എന്നൊക്കെ പറയുന്നത് ആ രാജ്യത്തുള്ള ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ പോളിസിയിലൊക്കെ കുറെ വന്ന മാറ്റങ്ങളാണ് മേക്കിംഗ് ഇന്ത്യ ക്യാമ്പയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ രാജ്യത്തുണ്ട്. ഇപ്പൊ സോഷ്യലിസ്റ്റ് പാറ്റേണിലുള്ളതാണെങ്കിൽ അത്തരം രാജ്യങ്ങളിലൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എക്കണോമി എന്താണെന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ആണ്. കൂടുതൽ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയില്ല. ഒരു മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ എൻ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. In capitalistic economic system, business corporate are very powerful, yet they have to operate within the parameters which are determined by the board policies of the government. The nature of political stability has a lot of influence on the economic activities and the willingness of the business to participate in the economy. നമ്മളെ സംബന്ധിച്ച് 10-20 വർഷമായിട്ട് ആ ഒരു പ്രശ്നമില്ല. ഇവിടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ അറിയാം. അതിൻ്റെ ഇൻഡിസൈസ് ഒക്കെ എന്ത് ചെയ്യുന്നത് വളരെ പെട്ടെന്ന് താഴുന്ന അവസ്ഥയൊക്കെ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക ഒന്നിലധികം പൊളിറ്റിക്കൽ പാർട്ടികളൊക്കെ യോജിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉണ്ടാകുന്ന സമയത്താണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. അതായത് തൂക്ക് പാർലമെന്റ് എന്നൊക്കെയായിരുന്നു അത് പറയാം. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഗവൺമെന്റ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചില സ്റ്റേറ്റിലൊക്കെ എപ്പോഴും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഗവൺമെന്റ് ഒക്കെ രൂപീകരിക്കുന്നുണ്ടെങ്കിലും ഈ സെൻട്രൽ സോണിലൊന്നും എന്താണെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ സ്ഥായിയായി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഗവൺമെന്റുകളൊക്കെ മാറി വരുന്ന സമയത്ത് മുൻ ഗവൺമെന്റുകളൊക്കെ എടുത്ത പല തീരുമാനങ്ങളും ഒരുപക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ടി വരും എന്ന് തോന്നുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം ഈ പ്രൈവറ്റൈസേഷനെയും അത് നമ്മൾ ആ ന്യൂ പോളിസിയെ എതിർത്ത ആളുകളൊക്കെ ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാലും അതേ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പം ഓട്ടോണമസ് കോളേജ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചുപോക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെയാണ് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് പറയുമ്പോൾ. അങ്ങനെ ഒരു എക്കണോമി പുതിയ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം ഉണ്ട്, ഇതൊന്ന് മാറിപ്പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മാറ്റം ഉൾക്കൊള്ളാൻ കഴിയില്ല, മാറിപ്പോകാൻ കഴിയില്ല. കാരണം ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്, ഇതൊക്കെ മാക്രോ എൻവയോൺമെന്റിന്റെ ഭാഗമാണ്. അപ്പം മാക്രോ എൻവയോൺമെന്റിന്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓണാക്കി പറയുമോ? ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. മാക്രോ എൻവയോൺമെന്റിൽ എന്തൊക്കെയാ വരുന്നത്? എക്കണോമിക് എൻവയറൺമെന്റ്, ഓക്കെ, വെരി ഗുഡ്. പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയറൺമെന്റ്, ഓക്കെ, കൾച്ചറൽ എൻവയറൺമെന്റ്, ഓക്കെ, ഗുഡ്, ഡെമോക്രാറ്റിക് എൻവയറൺമെന്റ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ PPT കാണുന്ന സാധനങ്ങളൊക്കെ നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഒരു മെറ്റീരിയൽ ആണോ കയ്യിലുള്ള? അത് എന്തെങ്കിലും നോട്ടൊക്കെ ഉണ്ടോ? അടുത്തുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാല് ഈ ഒരു ഉണ്ടല്ലോ അല്ലേ? വേണം കേട്ടോ. ഇതിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലൈസേഷൻ കഴിയുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താന്ന് പറഞ്ഞാൽ ഇഗ്നോയിലെ മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള MCOM ആണ് ഇഗ്നോയിൽ ഉള്ളത്. കാരണം അത് പ്രാക്ടീസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്.
കാരണം ഇതിൽ അസൈൻമെന്റ് എന്ന് പറയുന്ന ഒരു മേഖല ഉള്ളതുകൊണ്ട് അസൈൻമെന്റ് ഭംഗിയായിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാനൊന്ന് റെക്കോർഡിംഗ് പോസ് ചെയ്യട്ടെ, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിന് ശേഷം വീണ്ടും സിലബസിലേക്ക് നോക്കാം.